പ്രൈസ് ദി ലോർഡ്. ഈ കാർഡിയാക് അറസ്റ്റ് പോലുള്ള മെഡിക്കൽ എമർജൻസി വരുമ്പോൾ മെഡിക്കൽ എമർജൻസി ടീം വരും. അവരുടെ കയ്യിൽ AED മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ടാവും. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്നാണ് പറഞ്ഞത്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഷോക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. അവരതുവരെ ചെയ്യുന്നത്, അവർ പേഷ്യൻറ്റിൻ്റെ ഹൃദയത്തിൻ്റെ 2 ഭാഗങ്ങളെ 2 പാഡ്സ് കണക്ട് ചെയ്യും. അപ്പം ഈ ഷോക്ക് ബട്ടൺ ഞെക്കുമ്പോൾ ഈ ഒരു പാഡിൽ നിന്നും മറ്റേ പാഡിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹാർട്ടിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസും ടെമ്പററിയായി ഫ്യൂ സെക്കൻഡ്സിലേക്ക് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡി നമ്മുടെ നാച്ചുറൽ പേസ് മേക്കറായ SA നോഡ് വഴി ഈ ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷൻസ്, അതായത് അബ്നോർമൽ റിതം എല്ലാം കളഞ്ഞ്, അബ്നോർമൽ ഫങ്ഷൻസ് എല്ലാം കളഞ്ഞ് ഹാർട്ടിനെ ഒരു നോർമൽ ഫങ്ഷനിലേക്ക് റീസെറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഈ ഷോക്കിലൂടെ സംഭവിക്കുന്നത്. ഈ റീസെറ്റിംഗ് വിജയിച്ചാൽ പേഷ്യൻ്റ് സേവ് ആവും, ഇല്ലെങ്കിൽ ഇതുവരെ അവർ ആ ഷോക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ചില തകർച്ചകൾ, ചില അനർത്ഥങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ നശിച്ചു, നമ്മൾ ഇവിടം കൊണ്ട് തീർന്നു, നമ്മൾ ഇനി എഴുന്നേൽക്കത്തില്ല, നമ്മുടെ ജീവിതം അവസാനിച്ചു, നമ്മൾ ഇതിൽ നിന്ന് കരകയറത്തില്ല നമ്മൾ ചിന്തിക്കും. പക്ഷേ എല്ലാ തകർച്ചകളും നമ്മളെ നശിപ്പിക്കാനല്ല കേട്ടോ. ചിലത് നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാനാണ്, നമ്മളെ ഒന്ന് പണിതെടുക്കാനാണ്. നമ്മൾ ക്ലിയർ ആവേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി, നമ്മൾ വിശ്വാസത്തിൽ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി, നമ്മൾ കർത്താവിനോട് കുറച്ചുകൂടെ ഒന്ന് അടുത്ത്, കർത്താവിൻ്റെ സ്നേഹം കുറച്ചുകൂടെ ഒന്ന് അനുഭവിച്ച്, നമ്മൾ തിരുത്തപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി, നമ്മളൊരു പുതു സൃഷ്ടിയാക്കി ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് കൂടിയാണ് ചില തകർച്ചകൾ കേട്ടോ. യോബ് ശോധനകളിലൂടെ കടന്നുപോയി മടങ്ങി വന്നപ്പോൾ പറഞ്ഞത്, കേൾവി മാത്രം ഉണ്ടായിരുന്നവനെ ഞാൻ ഇന്ന് കണ്ടാലെ കണ്ടു എന്ന്. ചിലപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കുറച്ചുകൂടെ ഒന്ന് അനുഭവിക്കാനായിരിക്കും ചില കഷ്ടതകൾ, ചില അനർത്ഥങ്ങൾ വരുന്നത്. നമ്മളെ ഒന്ന് പണിതെടുക്കാനും കർത്താവിനോട് കുറച്ചുകൂടെ ഒന്ന് അടുക്കാനുമായിരിക്കും. അതുകൊണ്ട് എല്ലാ തകർച്ചകളും നമ്മളെ നശിപ്പിക്കാനാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. ചില തകർച്ചകൾ ലൈഫ് സേവിങ്ങൂടെ, നമ്മളെ ഒന്ന് പുതു സൃഷ്ടിയാക്കാനൂടെ. ഡു യു നോ, God can make broken pieces into masterpiece also. Just trust in Him. God bless you all.